നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഒരു അവസരമാണ്. സോഫ്റ്റ്വെയർ മേഖലയിൽ തന്നെയുള്ള വ്യത്യസ്തമായ ഒരു അവസരമാണ്. അതായത് ഗെയിം ടെസ്റ്റർ എന്ന ഒരു വേക്കൻസി അവൈലബിൾ ആണ്. അത് ഇൻഫോ പാർക്കിൻ്റെ തൃശ്ശൂരുള്ള കൊരട്ടി ക്യാമ്പസിൽ ഒരു മികച്ച സ്ഥാപനത്തിലാണ് ഈ അവസരമുള്ളത്. JK ലൂസെൻറ്റ് ഗെയിം ടെസ്റ്ററുകളെ തേടുന്ന ഒരു അവസരമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ JK ലൂസെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കൊരട്ടി ഇൻഫോ പാർക്കിൽ ഉള്ള ഒരു കമ്പനിയാണ്. അവർ ഗെയിം ടെസ്റ്റിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഗെയിം ടെസ്റ്റേഴ്സിനെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എന്തൊക്കെ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഗെയിം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഈ മേഖലയിലേക്ക് കയറാം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗെയിം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ മേഖലയാണ്. കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നും ഗെയിം കളിക്കുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ ഗെയിംസ് ഉണ്ട്, മൊബൈൽ ഗെയിംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസിനെ അത് കളിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളതാണെന്നൊന്നും ധരിച്ചു വെക്കരുത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതിനകത്ത് ഗെയിം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് നമ്മൾ ഒരു ഗെയിം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു ടൂളിലായിരിക്കും ഡെവലപ്പ് ചെയ്തേക്കുന്നത്, ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരിക്കും. ജാവ ആകാം, സി ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്വാൻസ് ടൂൾസ് ആകാം. ഏതെങ്കിലും ഒക്കെ ടൂളുകൾ ഉപയോഗിച്ചായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുക. അത് പല ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഗെയിംസിനകത്ത് ബഗ്സ് ഉണ്ടായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗ്ലിച്ചസ്, ബഗ്സ് ഒക്കെ ഉണ്ടാകാം, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാനും അതിൻ്റെ അകത്തെ കോഡിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതും അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റിന് മുമ്പായിട്ട് പോകുന്ന ഒരു ഘട്ടമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തന്നെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഗെയിം ടെസ്റ്റിംഗ്. അപ്പോൾ ഗെയിം ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ആപ്ലിക്കേഷൻ ഒരു ഗെയിമാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് ആപ്ലിക്കേഷൻ പോലെയും സോഫ്റ്റ്വെയർ പോലെയും ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അതിനകത്തുള്ള എറേഴ്സ്, ബഗ്സ്, ഗ്ലിച്ചസ് ഒക്കെ കണ്ടെത്തി അതിനെ ഡോക്യുമെൻ്റ് ചെയ്ത് ഡെവലപ്മെൻറ്റ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്ത് ആ ഗ്ലിച്ചസിനെ അല്ലെങ്കിൽ ബഗ്സിനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി, അല്ലെങ്കിൽ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മേഖലയിൽ ഉള്ളവരെ തന്നെയാണ് ഗെയിം ടെസ്റ്റിംഗ് മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ JK ലൂസെൻറ്റ് എന്ന് പറഞ്ഞ ഈ കമ്പനി ഗെയിം ടെസ്റ്റേഴ്സിനെയാണ് ആവശ്യം എന്ന് ഞാൻ പറഞ്ഞു. ഇവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ഒരു 2 വർഷം വരെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. അതായത് 0 to 2 ഇയേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു 6 മാസമാണെങ്കിലും മതി, നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ട്, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, താല്പര്യമുണ്ട്, നോളജും ഉണ്ട്, അല്ലെങ്കിൽ ഗെയിം ടെസ്റ്റിങ്ങിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു നോളജോ സ്കില്ലോ ഉണ്ട്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. നിങ്ങൾ ഗെയിം ടെസ്റ്റിങ്ങിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് ഇവർ ചോദിക്കുന്നില്ല. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ, മാനുവൽ ടെസ്റ്റിങ്ങിലും ഓട്ടോമേറ്റഡ് ടെസ്റ്റിങ്ങിലും ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ടെസ്റ്റിംഗ് ടൂൾസോ സർട്ടിഫിക്കേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജും ആയിരിക്കും. അപ്പോൾ ഒരു 0 to 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് നല്ല താല്പര്യവും ഈ മേഖലയിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലോ ഗെയിം ടെസ്റ്റിങ്ങിലോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. UI ടെസ്റ്റിങ്ങിനെ കുറിച്ചുള്ള നല്ല ധാരണ ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെട്ടേക്കുന്നത് UI ടെസ്റ്റിംഗ് മേഖലയിലുള്ള നല്ല സ്കിൽ സെറ്റ്സ് ആണ്. അപ്പോൾ UI ടെസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട് എങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഒരു മിനിമം എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാം. ഒരു കാര്യം ഒരു പ്രത്യേകം പറയുന്നത്, ലാംഗ്വേജ് സ്കില്ല് നന്നായിട്ടുണ്ടായിരിക്കണം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ ഉണ്ടായിരിക്കണം. ഞാനിത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ വിദേശ ക്ലയൻസ് ഒക്കെ ആയിരിക്കും ഇവർക്കുള്ളത്. വിദേശത്തുള്ള പല കമ്പനികളുമായിരിക്കും ഇവരുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് ആയിട്ട് വരിക. അപ്പോൾ അവിടുത്തെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട്, അവിടുത്തെ അവരുടെ പേഴ്സൺ കൺസേൺഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ലാംഗ്വേജ് സ്കില്ല് വേണം. അപ്പം ഒരു UI ടെസ്റ്റിങ്ങിലുള്ള സ്കിൽ, ബേസിക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്കിൽ 1 മുതൽ 0 to 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഇതിനോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഒരു ഇമെയിൽ ID ഇവർ തന്നിട്ടുണ്ട്. ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ റെസ്യൂമേ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഒക്കെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, കാരണം അതൊക്കെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് തരും. ബാക്കി പ്രൊസീജിയറൊക്കെ അവർ ഇൻഫോം ചെയ്യും. അവർ ഒരു പക്ഷേ മെഷീൻ ടെസ്റ്റ് തന്നേക്കാം, ഇൻ്റർവ്യൂസ് നടത്തിയേക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ ഇൻഫോം ചെയ്യും. ഏതായാലും നിങ്ങളുടെ റെസ്യൂമേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് ഒന്ന് അയച്ച് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ JK ലൂസെൻറ്റിനെ കുറിച്ച്
വ്യക്തമായിട്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയാണ് എന്നാണ്. കാരണം ഇവരുടെ വെബ്സൈറ്റ് .au വെബ്സൈറ്റാണ്. അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയാണ്. കൊരട്ടി ഇൻഫോ പാർക്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 31 ആണ്. 31 മാർച്ചിനുള്ളിൽ 2025 ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മികച്ച ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ഗെയിം ടെസ്റ്റിങ്ങിൽ, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നല്ലൊരു അവസരമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്യുക. ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് താല്പര്യം ഉണ്ടായേക്കാം എന്നൊരു തോന്നലുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചവരാണ്. അവർക്കും ഇത് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അതൊരു വീഡിയോ ചെയ്യുന്ന എന്നെ സംബന്ധിച്ചും അതൊരു മോട്ടിവേഷനാണ്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.